മരണമാസ് എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകൾ ലൈവ് ബട്ടണിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ചാനലിലാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ലൂക്ക് എസ്കെയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ സീരിയൽ കില്ലർ എന്ന്. അത് കേട്ടതും എസ്കെ ഒന്ന് പേടിക്കുന്നു. താൻ വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ ചോദിച്ചതാണെന്നാണ് ലൂക്ക് പറയുന്നത്. ഇത്രയും പേടിയുള്ള ഒരുത്തനെ എന്ത് വിശ്വസിച്ചാണ് ഈ ബോഡി ഏൽപ്പിക്കുന്നത്? ഇവ എന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മളെല്ലാവരും കുടുങ്ങും. എന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ വണ്ടി എടുക്കാമെന്ന് ജിതിൻ പറയുമ്പോൾ എസ്കെ പറയുന്നുണ്ട്, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കുടുങ്ങും. ഈ പെൺകുട്ടി മാത്രമല്ല, ഈ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ആ കേസിൽ പെടും. അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ജിതിൻ പറയുമ്പോൾ എസ്കെ പറയുന്നുണ്ട്, താൻ പറഞ്ഞിട്ട് ഈ പെൺകുട്ടി ഇയാളെ കൊന്നതെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറയുമെന്ന്. താനും അങ്ങനെ തന്നെ പറയുമെന്ന് ലൂക്ക് പറയുന്നു. അതോടുകൂടി ജിതിൻ പേടിച്ചു. ഇനി എന്ത് വേണമെന്ന് ലൂക്കാച്ചായൻ പറയുകയാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാമെന്ന് ജെസ്സി പറയുന്നുണ്ട്. തന്നെ ലൂക്കാച്ചായെന്ന് അവൾ വീണ്ടും വിളിച്ചതോടുകൂടി ലൂക്കിന്റെ മനസ്സലിഞ്ഞു. ഈ പ്രശ്നത്തിൽ അവളെ ഹെൽപ്പ് ചെയ്യാൻ തന്നെ ലൂക്ക് തീരുമാനിച്ചു. ഇവിടെ അജയും സംഘവും ആകട്ടെ CCTV പരിശോധിക്കുമ്പോൾ നമ്മുടെ കുറുപ്പിന്റെ കൂടെ പക്രുവിനെയും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ ഇവിടെ നിന്ന് പുറത്തു ചാടി പോയതിന്റെ കൂടെ പക്രുവും പോയിട്ടുണ്ടാകും. അജയ്ക്ക് കുറുപ്പിനേക്കാളും ചിന്ത പക്രുവിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നതായിരുന്നു. അതേസമയം നമ്മുടെ പക്രു ആകട്ടെ ആ വണ്ടിയുടെ ബാക്കിലിരുന്ന് എങ്ങോട്ടോ പോകുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ ലൂക്കും കൂട്ടരും ഈ ബോഡി എന്ത് ചെയ്യണമെന്നുള്ള ചിന്തയിലായിരുന്നു. വല്ല ടയറും കെട്ടി വെള്ളത്തിലും താഴ്ത്തിയാലോ എന്ന് അറിവ് ചോദിക്കുന്നു. ഒരു കാരണവശാലും ബോഡി ആർക്കും കിട്ടാൻ പാടില്ല എന്നാണ് ലൂക്ക് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബോഡി കിട്ടും. അവസാനം നമ്മൾ തന്നെ കൊലയാളികളാവും. ഇതിനിടയ്ക്ക് എസ്കെക്ക് ആ ബോഡി വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എസ്കെ പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം. ആ കില്ലർ ചെയ്യുന്ന പോലെ വായിൽ പഴവും തിരികെയും മുഖത്തെല്ലാം തന്നെ ബ്ലേഡ് വെച്ച് വരച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യാം. ഇത് കേട്ട് ലൂക്കിന് ദേഷ്യം വരുന്നു. ആ കില്ലർ കാരണമാണ് എന്റെ പ്രണയം തന്നെ ഈ വഴിക്ക് വന്ന് നിൽക്കുന്നത്. ഞാൻ സീരിയൽ കില്ലർ ആണെന്ന് നാട്ടുകാർ മൊത്തം പറഞ്ഞു പരത്തിയിരിക്കുന്നു. സീനിയർ സിറ്റിസനെ മാത്രം കൊല്ലുന്ന ഒരു സീരിയൽ കില്ലർ. അവൻ ആ പഴത്തിന്റെ കണക്ക് തന്നെയാ. അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അങ്ങനെ കില്ലറിനെ കുറെ തെറി വിളിക്കുന്നുണ്ട് അവൻ. ഇതെല്ലാം കേട്ട് എസ്കെക്ക് രക്തം തിളക്കുകയായിരുന്നു. കാരണം ഇവനീ വിളിക്കുന്ന തെറിയെല്ലാം തന്നെ അയാളെയാണല്ലോ. എന്നാലും ദേഷ്യം കടിച്ചു പിടിച്ച് അയാൾ അവിടെ തന്നെ ഇരുന്നു. എന്നാൽ നമുക്ക് ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടാലോ എന്ന് ജെസ്സി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അത് നല്ല ഐഡിയ ആണെന്ന് ലൂക്കിന് തോന്നി. അപ്പോഴാണ് അവൻ ആ ഒരു ബസിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ കാണുന്നത്. ആ നാട്ടില് ഈ അടുത്തിടെ നീന്തൽ വിദഗ്ധനായ ഒരു പയ്യൻ മുങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ ബോഡി ഇവിടുത്തെ പള്ളിയിലെ സെമിത്തേരിയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ കല്ലറ തുറന്നിട്ട് ഈ കുറുപ്പിന്റെ ബോഡിയും അതിലിടാം. ആ പയ്യനെ അടക്കം ചെയ്തത് ഇന്നലെയാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇന്ന് കല്ലറ തുറക്കാം. അങ്ങനെ അവർ പള്ളി സെമിത്തേരിയിലെത്തി. ഇവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ ബോഡിയും കൊണ്ടൊന്ന് പോയാൽ മതിയെന്നായിരുന്നു എസ്കെക്ക്. കാരണം അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കുറുപ്പിനെ കൊന്ന് ആൾക്കാർ കാണാൻ ഡംപ് ചെയ്യണം. അതായിരുന്നു എസ്കെയുടെ മനസ്സിൽ. പക്ഷെ ഇവരുള്ളത് കാരണം ബോഡി എടുത്തുകൊണ്ട് പോകാനും വയ്യ. അങ്ങനെ ഇവര് കുറുപ്പിന്റെ ബോഡിയുമായിട്ട് പള്ളി സെമിത്തേരിയുടെ മതിൽ ചാടിക്കടന്നെത്തി. പക്ഷെ ആ സമയത്ത് നിർഭാഗ്യവശാൽ അവിടെയാകട്ടെ രണ്ട് കപ്പിൾസ് സേവ് ദ ഡേറ്റിന്റെ പരിപാടിയിലായിരുന്നു. പ്രേതത്തിന്റെ വേഷമൊക്കെ കെട്ടിയിട്ട്. ഇവരുടെ പരിപാടി തീരാതെ ഇനി കല്ലറ തുറക്കാൻ പറ്റില്ല എന്ന് ലൂക്കിന് മനസ്സിലായി. അങ്ങനെ അവർ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നു. അവരവിടെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ എടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നത് കാരണം ലൂക്കിനും കൂട്ടർക്കും വിശക്കാൻ ആരംഭിച്ചു. തനിക്ക് നല്ല വിശക്കുന്നു എന്ന് ജിതിൻ പറഞ്ഞപ്പോൾ എസ്കെ ആകട്ടെ താൻ നേരത്തെ ഓർഡർ ചെയ്ത പഴം എടുത്തിട്ട് ജിതിന് കൊടുക്കുന്നു. ഇത് കയ്യിൽ വെച്ചിട്ടാണോടോ താൻ ഇതുവരെ തരാഞ്ഞെന്ന് പറഞ്ഞിട്ട് ജിതിൻ അത് വാങ്ങി കഴിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ സേവ് ദ ഡേറ്റിന്റെ ആൾക്കാർ പോയി. ആ സമയത്ത് ഇവരാകട്ടെ ആ മരിച്ച വ്യക്തിയുടെ കല്ലറ തുറന്നിട്ട് ഈ ബോഡി അതിലേക്ക് വെക്കാനുള്ള തിരക്കിലായിരുന്നു. നമ്മുടെ എസ്കെ ഫോൺ എടുത്തിട്ട് ഇതെല്ലാം തന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇത് മറ്റുള്ളവരാരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. കല്ലറ തുറന്ന ലൂക്കാകട്ടെ ആ മരിച്ച പയ്യന്റെ ബോഡി നോക്കുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ടൊവിനോ ആയിരുന്നു. അതങ്ങനെ തന്നെ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് കുറുപ്പിന്റെ ബോഡി ഇടുകയായിരുന്നു. പക്ഷെ ബോഡി എടുത്ത് ഇടാൻ നേരത്ത് അയാളുടെ ആ ഒരു ടീഷർട്ട് കീറിയിട്ട് അയാളുടെ ബോഡി താഴേക്ക് വീഴുന്നു. ടീഷർട്ട് ആകട്ടെ നമ്മുടെ അരുവിയുടെ കയ്യിലും. എന്നിട്ട് ഇവര് കല്ലറ അടയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് അരുവി ശ്രദ്ധിക്കുന്നത് അയാളുടെ നെഞ്ചില് പച്ച കുത്തിയിരുന്ന ആ ഒരു പാട്. അത് കണ്ട് അരുവി ശരിക്കും ഷോക്കായി. തന്റെ നെഞ്ചിലുണ്ടായിരുന്ന അതേ ഒരു ചിഹ്നം തന്നെയായിരുന്നു കുറുപ്പിന്റെ നെഞ്ചിലും. അത് കാരണം അവൻ പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഈ ബോഡി ഇവിടെ ഇടാൻ പറ്റില്ല, ഇതെന്റെ അച്ഛനാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അവൻ കരയാൻ തുടങ്ങി. ബാക്കിയുള്ളവർക്ക് ആർക്കും കാര്യം മനസ്സിലായില്ല. 20 വർഷം മുമ്പ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ അച്ഛനാണ് കുറുപ്പെന്നാണ് അരുവി പറയുന്നത്. ഇനി ആ ഫ്ലാഷ് ബാക്ക് കഥയാണ് കാണിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചുപോയ അരുവിയും കൊണ്ട് അവന്റെ അച്ഛനാകട്ടെ രാമേശ്വരത്തേക്ക് അമ്മയുടെ ചിതാഭസ്മം ഒഴുക്കാൻ പോകുന്നു. ചിതാഭസ്മം എല്ലാം ഒഴുക്കിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന പച്ച കുത്തുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഇവർ രണ്ടുപേരും നെഞ്ചില് ആ ഒരു അടയാളം കുത്തുന്നത്. അയാൾ പറയുന്നുണ്ട്, ഇത് ഇന്നലെ സ്വപ്നത്തിൽ എനിക്ക് ദൈവം കാണിച്ചു തന്ന അടയാളമാണെന്നും ഞാൻ ഇതേവരെ ഇത് ആർക്കും കുത്തിയിട്ടില്ല എന്നും ഇനി ഒരിക്കലും ഇത് മറ്റാർക്കും കുത്താനും പോകുന്നില്ല എന്ന്. അതിനുശേഷം കടൽ തീരത്ത് നിന്ന അരുവിയോട്, നിനക്ക് വെള്ളം വേണോ, ഞാൻ വെള്ളം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ദൂരേക്ക് പോയി. കുറെ നേരം അരുവി അച്ഛന് വേണ്ടി കാത്തുനിന്നെങ്കിലും അച്ഛൻ തിരിച്ചെത്തിയില്ല. അങ്ങനെ അവൻ അനാഥനാകുകയായിരുന്നു. ഇത്രയും കാലം അവൻ അച്ഛന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇത് തന്റെ അച്ഛൻ തന്നെയാണെന്ന് അവൻ പറയുന്നുണ്ട്. കാരണം ഈ നെഞ്ചിലെ അടയാളം അയാള് മറ്റാർക്കും കുത്തിയിട്ടില്ല എന്നും ഇനി ആർക്കും കുത്തുകയുമില്ല എന്ന് പറഞ്ഞതുമാണ്. താൻ എന്റെ അച്ഛനെ ഇന്ന് ബസ്സിൽ വെച്ചിട്ട് ഒരുപാട് വഴക്ക് പറഞ്ഞു, തല്ലാനൊക്കെ തുടങ്ങി. മാത്രമല്ല കൊല്ലാൻ വേണ്ടി കൂട്ടുനിൽക്കുകയും ചെയ്തു. താൻ ഒരു മോശം മകനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കരയുന്നുണ്ട്. ജെസ്സി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനിടയ്ക്ക് ലൂക്കാകട്ടെ ഇയാളുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയ സാധനങ്ങളെല്ലാം കത്തിച്ച് കളയുകയായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു ബീഡിയും കാണുന്നു. എന്നാൽ
എന്നാൽ അത് യഥാർത്ഥത്തിൽ കഞ്ചാവാണ്. അതറിയാതെ അവനതെടുത്ത് വലിക്കുന്നുണ്ട്. കുറെ നേരമായിട്ടും ബസ് എത്താത്തത് കാരണം ബസിന്റെ ഓണർ ആകട്ടെ ബസ് എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കുമ്പോ പള്ളി സെമിത്തേരിയുടെ അടുത്ത്. അപ്പൊ തന്നെ അയാൾ ജിതിനെ വിളിക്കുന്നു. വണ്ടി ഒന്ന് കേടായി, ഇപ്പൊ തന്നെ ഞങ്ങൾ വരാമെന്ന് പറയുന്നുണ്ട് അവര്. നാളെ പാർട്ടിയുടെ പരിപാടി ഉണ്ടായത് കൊണ്ട് തന്നെ ബസ്സിലെല്ലാം തോരണങ്ങളും കൊടിയും കെട്ടാനായിരുന്നു അവർ കാത്തുനിന്നത്. ഇവിടെ കഞ്ചാവ് വലിച്ചേറ്റി നമ്മുടെ ലൂക്കിന്റെ പാതി ബോധവും പോയിരിക്കുകയാണ്. അരുവിയാകട്ടെ തന്റെ അച്ഛനെ ഇവിടെ അടക്കാനും സമ്മതിക്കുന്നില്ല. ആചാരപ്രകാരം തന്നെ തന്റെ അച്ഛനെ ദഹിപ്പിക്കണമെന്നാണ് അരുവി പറയുന്നത്. എത്ര പറഞ്ഞിട്ട് അവൻ കേൾക്കാത്ത കാരണം ഒടുവിൽ ശരി എന്നാ പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി തീ കൊളുത്താമെന്ന് പറഞ്ഞിട്ട് ഇവരാകട്ടെ കുറുപ്പിന്റെ ബോഡി എടുത്തുകൊണ്ട് ബസിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. അതേസമയം ബസ് ഇവിടെ കിടപ്പുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടേക്ക് വന്ന പാർട്ടിയുടെ ആൾക്കാരാകട്ടെ ആ ബസ്സെല്ലാം തന്നെ അലങ്കരിച്ചിട്ട് പോകുന്നുണ്ട്. ഇവര് ചെല്ലുമ്പോഴേക്കും ബസ്സെല്ലാം അലങ്കരിച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ കൊടിയൊക്കെ കെട്ടിരിക്കുന്ന കാരണം ഇനി എന്തായാലും ബസ് ആരും കൈകാണിച്ച് തടയില്ല. അതുകൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവർ ബോഡിയാകട്ടെ വണ്ടിക്കുള്ളിലേക്ക് കയറ്റുന്നുണ്ട്. ഇത് എവിടെ ദഹിപ്പിക്കുമെന്നതായിരുന്നു അവരുടെ ചർച്ച. SK പറയുന്നുണ്ട് എനിക്കൊരു 5 സെന്റ് സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി ദഹിപ്പിക്കാമെന്ന്. എന്നാൽ ഇത് കേട്ട് ലൂക്കാകട്ടെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് താനെന്തൊരു വ്യത്യസ്തനായിട്ടുള്ള മനുഷ്യനാണെന്ന്. ആദ്യം ബോഡി കൊണ്ടുപോയിക്കൊള്ളാം, കുഴിച്ചിടാം എന്നൊക്കെ പറയുന്നു. ഇപ്പതാ സ്വന്തം സ്ഥലത്ത് ദഹിപ്പിക്കാമെന്ന്. തന്നെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്ന് ലൂക്ക പറയുന്നുണ്ട്. അതേസമയം പോലീസുകാര് കുറുപ്പിനെ കാണാനില്ല എന്നുള്ള പോസ്റ്റർ എല്ലായിടത്തും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറുപ്പിന്റെ മകനും അത് കാണുന്നു. അപ്പൊ തന്നെ വൃദ്ധസനത്തിലേക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് തന്റെ അച്ഛൻ എവിടെയെന്ന്. അയാൾ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. അങ്ങനെ കുറുപ്പിന്റെ മകനും വൃദ്ധസനത്തിന്റെ ഓണറും ചേർന്നിട്ട് ഈ കുറുപ്പിനെ അന്വേഷിച്ചു പോവുകയാണ്. അയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം അന്വേഷിക്കുന്നു. സ്ത്രീകളുള്ള സ്ഥലങ്ങളിലാണല്ലോ സാധാരണ അയാളെ കാണുന്നത്. അവര് ലേഡീസ് ഹോസ്റ്റലിന്റെയും ലേഡീസ് റെസ്റ്റ് റൂമിന്റെ അടുത്തൊക്കെയാണ് പോയി നോക്കുന്നത്. ഇവിടെ കഞ്ചാവടിച്ച് കിറങ്ങിയിരുന്ന നമ്മുടെ ലൂക്കാകട്ടെ ഷർട്ട് ഇല്ലാതിരിക്കുന്ന കുറുപ്പിനെ കണ്ടിട്ട് തന്റെ ജാക്കറ്റ് എടുത്തിട്ട് കുറുപ്പിനിട്ട് കൊടുക്കുന്നു. അതിനിടയ്ക്ക് അരുവി പറയുന്നുണ്ട് ഇത്രയും കാലം ഞാൻ അച്ഛന് വേണ്ടി ബലിയിട്ടത് ഇവിടെ അടുത്ത് വിഷ്ണുപുരത്തുള്ള പുഴയരികിലാണ്. അച്ഛനെ എനിക്ക് അവിടെ തന്നെ ദഹിപ്പിക്കണമെന്നാണ് അവൻ പറയുന്നത്. ഇത് കേട്ട് ജിതിൻ പറയുന്നുണ്ട് അവിടേക്ക് ആൾക്കാരുണ്ടാകില്ലേ എന്ന്. അതൊന്നും ഉണ്ടാകില്ല, എനിക്ക് അച്ഛനെ അവിടെ തന്നെ ദഹിപ്പിക്കണമെന്ന് പറയുന്നു. ഇവന്റെ ഈ വാശി കാരണം നമ്മുടെ SKക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടും പറയുന്നുണ്ട് കുറുപ്പിന്റെ ബോഡി എനിക്ക് തന്നിട്ട് നിങ്ങൾ പോയിക്കൊള്ളാൻ. എന്റെ അച്ഛന്റെ ബോഡി എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നതെന്ന് അരുവി പറയുന്നു. ജിതിനോട് ദേഷ്യത്തോടെ വണ്ടി നിർത്താൻ SK പറയുന്നു. ഇയാൾ ഇപ്പൊ സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ സീരിയൽ കില്ലറിനെ പോലെ ഉണ്ടെന്ന് നമ്മുടെ ലൂക്ക് ഇരുന്ന് പറയുന്നു. ദേഷ്യം വന്ന SK ആകട്ടെ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് ആ സീരിയൽ കില്ലർ എന്ന്. അയാൾ കയ്യിൽ നിന്ന് ഒരു ആയുധം എടുക്കുന്നു. ഇതോടുകൂടി എല്ലാവരും പേടിച്ചു. അതെടുത്ത് ലൂക്കിനെ അടിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് ജിതിൻ വണ്ടി നിർത്തുന്നു. SK ദേഷ്യത്തോട് ജിതിനെ നോക്കിയതും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, മുൻപിൽ ആള് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെയാകട്ടെ കുറെ കുട്ടികളും ടീച്ചേഴ്സും നിൽപ്പുണ്ടായിരുന്നു. ശിശുദിനത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളെയും കൊണ്ട് റാലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവരുടെ വണ്ടി കേടായതാണ്. അതുകൊണ്ട് കുറച്ചപ്പുറത്തുള്ള സ്റ്റോപ്പിൽ കുട്ടികളെ ഇറക്കി വിടാൻ അവർ നിർബന്ധിക്കുന്നു. വേറെ വഴിയില്ലാത്ത കാരണം ഇവർക്ക് ഇവരുടെ ബസ്സിലേക്ക് ആ കുട്ടികളെ കയറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. SK സ്ഥിരമായിട്ട് അവരായിരുന്നു ഇത്. ഇതിനകത്ത് വയലൻസ് നിറഞ്ഞ കഥകൾ ഇഷ്ടപ്പെടുന്ന പയ്യനും ഉണ്ടായിരുന്നു. ആ പയ്യനാകട്ടെ SKയോട് കഥ പറയാൻ പറയുന്നു. SK ആകട്ടെ ഒരു സീരിയൽ കില്ലറിന്റെ മനസ്സോടുകൂടി തന്നെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ അത് മറ്റൊരു രീതിയിൽ കുട്ടികൾക്ക് കഥയായി പറഞ്ഞു കൊടുക്കുന്നു. അതിനകത്ത് മുഴുവൻ കൊല്ലും കൊലയുമായിരുന്നു. ഈ കഥയെല്ലാം കേട്ടിട്ട് അരുവിയും കൂട്ടരും നല്ല പോലെ പേടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികളെ ഇറക്കേണ്ട സ്ഥലമെത്തി. കുട്ടികൾ ഇറങ്ങിപ്പോയി. SK ആകട്ടെ അവരോട് പറയുന്നുണ്ട് എനിക്ക് ഇവനെ വിട്ടു തന്നിട്ട് നിങ്ങൾ എല്ലാവരും പോയിക്കൊള്ളാൻ. എന്നാൽ അരുവി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്റെ അച്ഛനെ ഞാൻ അങ്ങനെ വിട്ടുതരില്ല എന്നാണ് പറയുന്നത്. ഞാൻ പോലീസിനോട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ സീരിയൽ കില്ലർ ആണെന്ന്. അത് കേട്ടതും SK പറയുന്നുണ്ട് നിങ്ങളെയൊക്കെ കൊന്നിട്ട് എനിക്ക് ഇയാളെ കൊണ്ടുപോകാൻ അറിയാൻ വേണ്ടിയിട്ടല്ല, എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. പിന്നെ നീയൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അകത്ത് കിടക്കാം. കല്ലറയിൽ വെച്ചെടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ അയാൾ കാണിച്ച് ഇവരെ പേടിപ്പിക്കുന്നു. സംഭവം വഷളാണെന്ന് മനസ്സിലാക്കി ജിതിനാകട്ടെ അരുവിയോട് പറയുന്നുണ്ട് നീ ആ കില്ലറിനെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ നാട്ടുകാരുമായിട്ട് വരാമെന്ന്. അതും പറഞ്ഞ് അയാളാകട്ടെ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങുന്നത് നേരെ പോലീസ് ജീപ്പിന്റെ മുന്നിലേക്ക്. SKയും ജെസ്സിയും എല്ലാം തന്നെ അവിടെ കുനിഞ്ഞിരിക്കുന്നു. ബസ്സിൽ കഞ്ചാവടിച്ച് പാതിബോധത്തിലിരിക്കുന്ന നമ്മുടെ ലൂക്കിനെ മാത്രമേ പോലീസുകാർ കണ്ടുള്ളൂ. പോലീസുകാര് അവരെ ആകട്ടെ കുറുപ്പിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നോട്ടീസ് കാണിക്കുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം, എവിടെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുകയും വേണം. അതും പറഞ്ഞിട്ട് പോലീസുകാർ പോയി. ആ നേരത്ത് ജെസ്സി ഇറങ്ങിവെന്ന് പറയുന്നുണ്ട് ആ സീരിയൽ കില്ലർ കുറുപ്പിന്റെ ബോഡിയുമായിട്ട് ഇവിടെ നിന്ന് മുങ്ങിയെന്ന്. എന്ത് ചെയ്യണമെന്നറിയാതെ അവരെല്ലാവരും അവിടെ നിൽക്കുകയാണ്. ലൂക്കിന് തന്റെ ബോധമൊക്കെ തിരിച്ചു കിട്ടി. അവൻ മുഖമെല്ലാം തന്നെ നല്ലപോലെ കഴുകുന്നു. അരുവിക്കാകട്ടെ തന്റെ അച്ഛന്റെ ബോഡി എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയെന്നായിരുന്നു. പക്ഷെ അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് ഇവിടെ ലൂക്ക് പറയുന്നത്. ആ ബോഡി എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. കാരണം ആ ബോഡിയിൽ ഇട്ടുകൊടുത്തിരിക്കുന്നത് അവന്റെ ജാക്കറ്റാണ്. ജാക്കറ്റ് പോട്ടെ എന്ന് ജിതിൻ പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ആ ജാക്കറ്റിന്റെ ബാക്കിലാകട്ടെ ഇവന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അത് കാരണം ഈ ബോഡി എവിടെ കൊണ്ടിട്ടാലും ശരി തന്നെ അന്വേഷിച്ച് പോലീസുകാർ വരും. അതുകൊണ്ട് ആ കില്ലറിനെയും ബോഡിയും കണ്ടെത്തിയെങ്കിലേ പറ്റൂ. ഇവിടെ കില്ലർ കുറുപ്പിന്റെ ബോഡിയും കൊണ്ട് വേറെ എവിടേക്കോ പോവുകയാണ്. ഇവിടെ ലൂക്ക് പറയുന്ന കേട്ട് ജെസ്സിക്ക് ദേഷ്യം വരുന്നു. ആ കില്ലർ ആ ബോഡിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയേനെ. ഇപ്പൊ നീ കാരണം വീണ്ടും ആ ബോഡി അന്വേഷിച്ചു പോകണ്ടേ? എന്തിനാ നീ ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യുന്നത്? നീ കാരണം എനിക്ക് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് കേട്ട് ലൂക്കിനാകെ വിഷമമായി. ഞാൻ എല്ലാവരെയും സഹായിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. അതല്ല എനിക്ക് പാരയായിട്ടാ വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഇവളെയും സഹായിക്കാനാ ശ്രമിച്ചത്, അല്ലാതെ ആരെയും ദ്രോഹിക്കാൻ എനിക്ക് ഒരു ഉദ്ദേശവുമില്ല. അതിനിടയ്ക്ക് ആ ബസ്സിലുണ്ടായിരുന്ന ചെക്കനില്ലേ, അവനാകട്ടെ കുറുപ്പിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ കണ്ടിട്ട് തന്റെ അച്ഛനോട് പറയുന്നുണ്ട് ഇയാളെ ഞാൻ ബസ്സിൽ വെച്ച് കണ്ടു എന്ന്.
അങ്ങനെ ഇവർ പോലീസിന്റെ അടുത്തെത്തി കാര്യം പറയുന്നു. ബസ്സിൽ ഇയാളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ മഞ്ഞ മുടിയുള്ള ഒരാൾ ഉണ്ടായിരുന്നെന്നാണ് ആ കുട്ടി പറയുന്നത്. അത് കേട്ടതും നമ്മുടെ ടൈഗർ എന്ന പോലീസുകാരനാകട്ടെ ലൂക്കിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് അത് ഇവനായിരുന്നു എന്ന് ചോദിക്കുന്നു. ഇവൻ തന്നെ ആയിരുന്നു എന്ന് കുട്ടി പറയുന്നു. അതോടെ പോലീസുകാർ വിചാരിക്കുന്നുണ്ട് കുറുപ്പിനെ തട്ടിക്കൊണ്ടുപോയത് നമ്മുടെ ലൂക്കാണെന്ന്. അങ്ങനെയാണെങ്കിൽ അവൻ തന്നെയായിരിക്കും സീരിയൽ കില്ലർ. അവർ ആ വിവരം ബാക്കിയുള്ള പോലീസുകാരെ എല്ലാം തന്നെ അറിയിക്കുന്നു. സീരിയൽ കില്ലറിനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 10 ലക്ഷം കിട്ടില്ലേ, അത് ഞങ്ങൾക്ക് കിട്ടുമോ എന്നാണ് ഈ കുട്ടിയുടെ വീട്ടുകാർ ചോദിക്കുന്നത്. അതിനിടയ്ക്ക് ലൂക്കിനെ അവന്റെ അച്ഛൻ വിളിച്ചിട്ട് നീ എവിടെയാ മോനെ, ഇവിടേക്ക് വാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടെ വിളിക്കുന്നു. നീ ഒന്നും കഴിച്ചില്ലെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ ആദ്യമായിട്ടാണ് അവനോട് ഇത്ര സ്നേഹത്തിൽ സംസാരിക്കുന്നത്. ഇയാൾക്ക് ഇത് എന്തു പറ്റിയെന്നായിരുന്നു അവൻ ചിന്തിക്കുന്നത്. ശരിക്കും അയാൾ മനഃപൂർവ്വം അവനെ വിളിച്ചു വരുത്തുകയായിരുന്നു. കാരണം പോലീസുകാർ അയാൾക്ക് ചുറ്റുമുണ്ട്. അവനെ വിളിച്ചു വരുത്തി പോലീസുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 10 ലക്ഷം അയാൾക്ക് കിട്ടുമെന്നാണ് അയാൾ വിചാരിക്കുന്നത്. ആ കില്ലറിനെയും ബോഡി എങ്ങനെയെങ്കിലും കണ്ടെത്തെങ്കിലും പറ്റുമെന്ന് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ലൂക്കിന് തന്റെ കൂട്ടുകാരന്റെ മെസ്സേജ് വരുന്നു. സീരിയൽ കില്ലർ നീയാണെന്ന് എല്ലായിടത്തേക്കും മെസ്സേജ് പോയിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്നെ വിളിക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. ലൂക്കിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആരിനി തന്നെ കണ്ടാലും പോലീസിന് വിവരം അറിയിക്കും, തന്നെ കൈയോടെ പിടികൂടും. താനാണ് സീരിയൽ കില്ലർ എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ യഥാർത്ഥ കില്ലറിനെയും ആ ബോഡിയെയും കൈയോടെ പിടിക്കണം. എന്നാൽ ലൂക്ക് എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ പൊയ്ക്കോ, ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തോളാമെന്ന്. ഞാൻ പിടികൊടുക്കണമെങ്കിൽ ഞാൻ പിടികൊടുത്തോളാം, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ആരുടെയും പേര് വരില്ല. എന്നാൽ ജെസ്സി പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞോളാം, ഞാൻ കാരണം നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന്. എന്നാൽ അതൊന്നും വേണ്ടെന്നാണ് ലൂക്ക് പറയുന്നത്. അവളോട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൻ ആവശ്യപ്പെടുന്നു. കുറച്ചുനേരം കെട്ടിപ്പിടിച്ചു നിന്ന് കരഞ്ഞിട്ട് അവളെ തള്ളി മാറ്റുകയും ചെയ്യുന്നുണ്ടവൻ. അങ്ങനെ ലൂക്കിനെ അവിടെ നിർത്തിയിട്ട് അവരെല്ലാവരും അവിടെ നിന്നും പോയി. ലൂക്ക് സങ്കടത്തോടു കൂടി ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ പക്രു എന്ന നായയില്ലേ, അത് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റർ അവൻ ശ്രദ്ധിക്കുന്നത്. ഇവനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഈ പോസ്റ്റർ ഇരിക്കുന്നത്. ശരി, പിടികൊടുക്കുന്നതിന് മുമ്പ് ഞാൻ നിനക്കൊരു ഹെൽപ്പ്, ശരി എന്നെ കൊണ്ട് നിനക്കെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്ററിൽ കണ്ട നമ്പറിലേക്ക് ലൂക്ക് വിളിക്കുന്നുണ്ട്. അതൊരു പോലീസുകാരന്റെ നമ്പറാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ പക്രു ഇവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ അവൻ പറഞ്ഞു കൊടുക്കുന്നു. പക്രുവിനെ പറ്റി ഒരാൾ വിളിച്ചു പറഞ്ഞ സന്തോഷത്തില് അജയ് ആകിട്ട് ആ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് ആ സേവ് ദ ഡേറ്റിന്റെ ആൾക്കാർ അവിടെയൊക്കെ വരുന്നുണ്ട്. അവരവിടെ ഡ്രോൺ ഒക്കെ പറത്തുന്ന കണ്ടിട്ട് നമ്മുടെ ലൂക്ക് ചെന്ന് അവരോട് ഈ ഡ്രോൺ ഒരിടത്തേക്ക് പറത്താമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് മിസ്സായി, അയാളെ ഒന്ന് കണ്ടെത്താനാ, നമ്മുടെ കില്ലറിനെ നോക്കാനായിരുന്നു അത്. അങ്ങനെ ഡ്രോൺ വെച്ച് നോക്കുമ്പോ കില്ലർ എങ്ങോട്ടാ പോയതെന്ന് ലൂക്കിന് മനസ്സിലായി. ആ സമയത്താണ് ലൂക്ക് സീരിയൽ കില്ലർ ആണെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഇവരുടെ ഫോണിലേക്ക് വരുന്നത്. അതോടുകൂടി ലൂക്കിനെ ഇവർ പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. 10 ലക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് അവര് ലൂക്കിനെ വണ്ടിയിലിട്ട് കൊണ്ടുപോയി. പക്രു ആകട്ടെ ആ വണ്ടിയുടെ പിറകെ ഓടുന്നുണ്ട്. പക്രുവിനെ തിരക്കി വന്ന അജയ് ആകട്ടെ നമ്മുടെ കില്ലറിനെ കാണുന്നു. ലൂക്ക് അയച്ചു കൊടുത്ത ലൊക്കേഷനിലേക്കുള്ള വഴിയായിരുന്നു അയാൾ കില്ലറിനോട് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. തനിക്ക് മലയാളം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ട് കില്ലർ അവിടെ നിന്നും മുങ്ങി. ലൂക്കിനെ തട്ടിക്കൊണ്ട് ആ സേവ് ദ ഡേറ്റിന്റെ ആൾക്കാർ പോകുന്ന വഴിക്ക് ആ ബസിന്റെ ഓണർ കാണുന്നുണ്ട്. തന്നെ രക്ഷിക്കൂന്ന് പറഞ്ഞിട്ട് അവൻ കിടന്ന് കരയുന്നു. 10 ലക്ഷത്തിന് മുതലല്ലേ ആ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും ആ വണ്ടിയെ ഫോളോ ചെയ്ത് പോകാൻ ആരംഭിച്ചു. അങ്ങനെ അവസാനം രണ്ടു കൂട്ടരും ലൂക്കിന് വേണ്ടിയിട്ട് അടിയായി. ഞങ്ങളാണ് പിടിച്ചത് എന്ന് പറഞ്ഞിട്ട് പക്രു അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും പക്രുവിനെ തേടി അജയ് അവിടെ എത്തി. അജയ് കാണുന്നത് ഇവർ രണ്ടുപേരും ലൂക്കിനെ പിടിച്ച് വലിക്കുന്നതാണ്. അന്വേഷിച്ചുകൊണ്ടിരുന്ന സീരിയൽ കില്ലറിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അജയ് ആകട്ടെ അവനെ കയറി പിടിക്കുന്നു. അവസാനം എല്ലാവരും തമ്മിൽ അടിയായി. ഞങ്ങളാണ് ആദ്യം പിടിച്ചതെന്ന് പറഞ്ഞിട്ട്. അതിനിടയ്ക്ക് ലൂക്ക് ആകട്ടെ പക്രുവിനെ കയ്യിലെടുത്തുകൊണ്ട് ഒരു ചുറ്റികയും കയ്യിൽ വെച്ചിട്ട് അവരെ എല്ലാവരെയും പേടിപ്പിക്കുന്നു. അജയോട് പറയുന്നുണ്ട് അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പക്രുവിനെ കൊല്ലുമെന്ന്. അങ്ങനെ പേടിപ്പിച്ച് അവിടെ നിന്നും വണ്ടിയെടുത്തിട്ട് ലൂക്ക് പോയി. നേരെ പോകുന്നത് ആ സീരിയൽ കില്ലർ പോയ സ്ഥലത്തേക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് കൂനിക്കടുത്തേക്കാണ് സീരിയൽ കില്ലർ പോയത്. ഒരുപാട് വേസ്റ്റുകൾ കൊണ്ടു തള്ളുന്ന സ്ഥലമായിരുന്നു അത്. അയാളാകട്ടെ കുറുപ്പിന്റെ ബോഡിയിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ പാടുകൾ ഉണ്ടാക്കുകയായിരുന്നു. എന്നിട്ട് വായിലേക്ക് പഴം തിരികെ വെക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴേക്കും അവൻ അവിടെ എത്തി അയാളെ വെല്ലുവിളിക്കാൻ ആരംഭിച്ചു. പിന്നെ അവനും സീരിയൽ കില്ലറും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. അവനെ അടിച്ചൊരു പരുവമാക്കിയിട്ടുണ്ടായിരുന്നു അയാള്. എന്നിട്ടൊരു കയറിൽ കെട്ടിത്തൂക്കാൻ ആരംഭിച്ചു. അവൻ മരിക്കുമെന്നൊരു ഘട്ടത്തില് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് നമ്മുടെ അരുവിയും കൂട്ടരും എത്തി. ബസ് അവന്റെ കാലിന്റെ അടിയിലേക്ക് കൊണ്ടു നിർത്തി അവനെ അതിൽ താങ്ങി നിർത്തുന്നു. പിന്നീട് അവര് സീരിയൽ കില്ലറിനെ നേരിടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സീരിയൽ കില്ലർ അവരെ എല്ലാവരും തന്നെ അടിച്ചിടുന്നു. നമ്മുടെ ബോക്സിംഗ് ഒക്കെ പഠിച്ച ജെസ്സിയും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് നല്ലൊരു അടി കിട്ടി. അടിച്ചു ഇടിച്ച് ഇവനെ ഓടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ജെസ്സി ആകട്ടെ പെപ്പർ സ്പ്രേ തന്നെ എടുത്ത് പ്രയോഗിക്കുന്നു. അതോടുകൂടി അയാളുടെ കാര്യത്തിൽ തീരുമാനമായി. അവനെ അവിടെ കെട്ടിയിട്ട ശേഷം അരുവി ആഗ്രഹിച്ച പോലെ തന്നെ അവിടെ വെച്ചിട്ട് കുറുപ്പിന്റെ മൃതദേഹം അവർ ദഹിപ്പിക്കാൻ ആരംഭിച്ചു. ആചാരങ്ങളെല്ലാം ചെയ്തിട്ട് ആ ചിതയ്ക്കും തീ കൊളുത്തിയിട്ട് അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ആ നേരം കൊണ്ട് സീരിയൽ കില്ലർ ആകട്ടെ അവന്റെ കയ്യിലെ കെട്ടഴിച്ചിട്ട് ആ ബോഡി വലിച്ചു പുറത്തേക്കിടുന്നു. അയാൾക്ക് സ്വന്തം കൈകൊണ്ട് താൻ ചെയ്യുന്ന പോലെ തന്നെ ആ ബോഡിയിലെല്ലാം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അതിന്റെ വായിൽ പഴം തിരുകാനുണ്ട്, ഇനിയും മുറിവുകൾ ഏൽപ്പിക്കാനുണ്ട്. പക്ഷെ കറക്റ്റ് ചിതയിൽ നിന്ന് ആ ബോഡി എടുത്തുകൊണ്ട് അയാൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയതും പോലീസുകാരും ലൂക്കും എല്ലാം ചേർന്നിട്ട് അവിടേക്ക് വരുന്നു. അങ്ങനെ കൈയോടെ അവർ സീരിയൽ കില്ലറിനെ പൊക്കി. അതോടുകൂടി ലൂക്കിന്റെ തലയിൽ നിന്നും ആ സീരിയൽ കില്ലർ പദവിയും പോയി. പിന്നീട് കാണിക്കുന്നത് ലൂക്കിനെ ഇന്റർവ്യൂ എടുക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നതൊക്കെയാണ്. ജിതിനും അരുവിയും ആകട്ടെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ രാമേശ്വരത്ത് നിന്നും എത്തിയ കുറെ ആൾക്കാരെ അവര് കാണുന്നുണ്ട്. അവരുടെ എല്ലാം നെഞ്ചില് തന്നെ
തന്റെ നെഞ്ചിലുണ്ടായിരുന്ന പോലത്തെ അതേ പച്ചകുത്തിയ പാടുണ്ടായിരുന്നു. ഇത് കണ്ട് അരുവി ഞെട്ടി. കാരണം ആ പച്ചകുത്തുന്ന ആളാകട്ടെ എല്ലാവരെയും പറ്റിച്ചതാണ്. ഇതുപോലെ ഞങ്ങൾ ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ല, ഇനി ആർക്കും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ സ്ഥിരമായിട്ട് എല്ലാവർക്കും കുത്തിക്കൊടുക്കുന്ന ഒരു ചിഹ്നമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അരുവിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കുറുപ്പ് തന്റെ അച്ഛനാണെന്ന്. ഈ പടത്തിന്റെ അവസാനം യഥാർത്ഥത്തിൽ ഈ സീരിയൽ കില്ലറിന്റെ അച്ഛന് എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നുണ്ട്. കുറുപ്പ് ഉൾപ്പെടെ സീരിയൽ കില്ലർ കൊന്ന ആ 4 പേരില്ലേ, ആ 4 പേരുടെ കൂടെ ഈ സീരിയൽ കില്ലറിന്റെ അച്ഛനും ചേർന്നിട്ട് ഒരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു. ഇവർ 4 പേരും ഇൻഷുറൻസ് ഏജന്റുകളായിരുന്നു. എന്നാൽ ആ വീട്ടില് നിരന്തരമായിട്ട് എലിശല്യം ഉണ്ടായിരുന്നു. ഒരു വീക്കെൻഡില് സീരിയൽ കില്ലറിന്റെ അച്ഛൻ കുമാരൻ മാത്രം അയാളുടെ വീട്ടിലേക്ക് പോയി. ബാക്കി 4 പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഈ എലിശല്യം കാരണം പഴത്തിലെല്ലാം തന്നെ വിഷം പുരട്ടി അവിടെ എവിടെയെല്ലാം തന്നെ വെക്കുന്നു. ഇതൊന്നും അറിയാതെ തിങ്കളാഴ്ച രാവിലെ എത്തിയ കുമാരനാകട്ടെ കൊണ്ടുവന്ന പുട്ടിന്റെയും കടലയുടെയും കൂടെ ടേബിളിലിരുന്ന പഴം കൂടി എടുത്ത് കഴിക്കുന്നു. ആ പഴത്തില് എലിയെ കൊല്ലാൻ വേണ്ടി വിഷം വെച്ചിരുന്ന ഒന്നും തന്നെ അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അയാൾ മരിക്കുന്നത്. എലിവിഷം ഉള്ളിൽ ചെന്ന് അയാൾ മരിച്ചത് കാരണം കൂടെ ഉണ്ടായിരുന്ന 4 പേരും വിചാരണ നേരിട്ടു. തന്റെ അച്ഛനെ മനഃപൂർവ്വം അവർ കൊന്നതാണെന്ന് വിചാരിച്ചാണ് അവരോട് പകരം വീട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ SK ഒരു സീരിയൽ കില്ലറായി മാറിയത്. ഇവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.